ജിറ്റ്വാർ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ നാളുകളായി തുടർമാനമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ സമഗ്രഹിച്ച് പഴയ നിയമ പൗരോഹിത്യ മാർഗത്തിൽ നിന്നും പുതിയ നിയമ രാജകീയ പുരോഹിത വർഗത്തിൽ എത്തിച്ചേർന്ന് ആ പുരോഹിത വർഗത്തിൻ്റെ പ്രഥമ ശുശ്രൂഷകന്മാരിൽ ഒരുവനായിരുന്ന വിശുദ്ധ പത്രോസ് അനുഭവത്തിൽ നിന്നും ഉപദേശ സത്യങ്ങളിൽ നിന്നും ആധികാരികമായി തൻ്റെ സമകാലിക വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണ് തൻ്റെ ഒന്നാമത്തെ ലേഖനം. ആ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം കേന്ദ്രീകരിച്ചാണ് രാജകീയ പുരോഹിതവർഗം എന്ന ഈ മഹത്വകരമായ ശുശ്രൂഷ ഇവിടെ നടത്തി വരുന്നത്. അവിടെ പത്രോസ് എഴുതുന്നത് ഇപ്രകാരമാണ്: നമ്മൾ പുതിയ നിയമസഭാ വിശ്വാസികൾ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിയുക്ത മണവാട്ടി ദൈവസഭ പണ്ട് നാം ആയിരുന്ന ആത്മീയ അന്ധകാരത്തിൽ നിന്നും ദൈവപുത്രനാകുന്ന അത്ഭുത പ്രകാശത്തിലേക്ക്, ദൈവവചനമാകുന്ന ആ അത്ഭുത വെളിച്ചത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗമാകുന്നു നമ്മൾ. അപ്പോൾ പഴയ നിയമത്തെ ജനസിസ് തൊട്ട് മലാക്കി പ്രവചനം വരെ, പുതിയ നിയമത്തെ മത്തായി എഴുതിയ സുവിശേഷം ആദ്യ ഭാഗം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളെ സമഗ്രഹിച്ചാണ് നാം പഠിക്കുന്നത്. അതിൽ പഴയ നിയമ പൗരോഹിത്യത്തിന് ആധാരമായി അവരുടെ ആരാധനയുടെ കേന്ദ്രബിന്ദുവായ സമാഗമന കൂടാരം, അതിൻ്റെ പണി, അതിലെ ഉപകരണങ്ങൾ, അതിലെ ശുശ്രൂഷകൾ, ആ ഉപകരണങ്ങളുടെ ആഴവും ആന്തരികവുമായ അർത്ഥങ്ങൾ ഇത്യാദി വിഷയങ്ങളെയൊക്കെ നാം തിരുവചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ നിയമത്തിലെ ആത്മീയ വിഷയത്തെ താരതമ്യം ചെയ്തുകൊണ്ട്. അതിൽ ഇസ്രായേൽ ജനങ്ങൾ ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നും ഒരു പെസഹ കുഞ്ഞാടിൻ്റെ അർക്കലിനാലും ചോരത്തളപ്പിനാലും വിടുതൽ പ്രാപിച്ച് 3 ദിവസം യാത്ര ചെയ്ത് സൂക്കോത്തിൽ എത്തിച്ചേർന്ന് വീണ്ടും 3 ദിവസം ചെങ്കടലിൽ കൂടെ നടന്ന് മരുഭൂമിയിൽ കയറി വന്നതിൻ്റെ 3-ാമത്തെ മാസം സീനായി മരുഭൂമിയിൽ സീനായി മലയുടെ താഴ്വരയിൽ പാളയം അടിച്ചിരിക്കെ ദൈവാധിദൈവം അവർക്ക് മലയുടെ മുകളിൽ പ്രത്യക്ഷനായി തൻ്റെ ദാസനായിരുന്ന മോശയെ മലയുടെ മുകളിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് തന്നോട് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനമാണ് നാം 19-ാം അധ്യായം മുതൽ 31-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ കാണുന്നത്. അവിടെ യഹോവയാകുന്ന ദൈവം തൻ്റെ ദാസനായ മോശയ്ക്ക് അന്നു മുതൽ എന്നേക്കും ആ ജനം ഉള്ളിടത്തോളം കൊടുത്തതായ പ്രമാണങ്ങളാണ് 10 കൽപ്പന. ആ വിഷയത്തെക്കുറിച്ച് നാം അത്യല്പമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ യഹോവയാം ദൈവം മേഘതമസിൽ പ്രത്യക്ഷനായതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് കഴിഞ്ഞ നമ്മളുടെ ക്ലാസ്സിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെളിപ്പെട്ടതിൽ 14 കൂട്ടം കാര്യങ്ങളാണ് ദൈവം ആ വെളിപ്പാടിൽ കൂടെ തൻ്റെ ജനത്തിനെ ഏൽപ്പിച്ചു കൊടുത്തത്. അതിൽ 10 കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. ഇത് അതിൻ്റെ തുടർച്ചയാവണ്ണം 11-ാമത്തെ വിഷയം, യഹോവയുടെ ആലയം പണിയുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി സഹായികൾ ആരെല്ലാം ആയിരുന്നു. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 12-ാമത് പാളയത്തിലെ വിഗ്രഹ നിർമ്മാണം. മോശ എന്ന ദൈവദാസൻ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ദൈവവുമായി കൂട്ടായ്മയിൽ ഏർപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം പണിഞ്ഞു കൊണ്ടുവന്ന കൽപ്പലകകളിൽ തൻ്റെ വിരൽ കൊണ്ടെഴുതിയ 10 കൽപ്പനകളുടെ കൽപ്പലകകൾ കൈമാറുന്നു. അതേ സന്ദർഭത്തിൽ പാളയത്തിൽ കിടക്കുന്ന ജനം അഹ്റോന്റെ അടുക്കൽ വന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം അവർ കൊടുത്ത പൊൻ സാധനങ്ങൾ കൊണ്ട്, ആഭരണങ്ങൾ കൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ അതിനു ചുറ്റും ഉത്സവം ആചരിക്കുന്നു. 12-ാമത്തെ കാര്യമാണ് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. തലഫലമായി 3000 പേർ അവിടെ നിഹതരായി വീഴുന്നു. 13-ാമത്തെ കാര്യമാണ് തുടർന്ന് ഈ ക്ലാസ്സിൽ നാം വിചിന്തനം ചെയ്യുന്നത്. വിഗ്രഹാരാധനയുടെ പരിണതഫലമായി
ഉടയ്ക്കപ്പെട്ട കൽപ്പലകകൾക്ക് പകരമായി മോശയാൽ നിർമ്മിക്കപ്പെട്ട, യഹോവയുടെ കയ്യാൽ എഴുതപ്പെട്ട 2 കൽപ്പലകകൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ. 34 അധ്യായം 11 വാക്യം. അവരുടെ പാളയത്തിൻ്റെ നടുവിൽ, 14 വിഷയമാണ്, അവരുടെ പാളയത്തിന് നടുവിൽ സ്ഥിതി ചെയ്തിരുന്ന ആരാധന കേന്ദ്രമായിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ പണി ആരംഭിച്ചതും ഈ സീനായി മരുഭൂമിയിൽ വെച്ചാണ്. പുറപ്പാട് പുസ്തകം 35 അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. തീരുന്നില്ല. 36 അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും. അവർ സീനായി മരുഭൂമിയിൽ പാർത്ത 2 വർഷങ്ങൾക്കുള്ളിൽ ഇതുവരെ നാം ചിന്തിച്ച 14 കാര്യങ്ങളുടെ ക്രമീകരണങ്ങളാണ് നടന്നത്. അവിടെ വെച്ച് ഈ 2-ാം സംവത്സരത്തിൻ്റെ ആരംഭമായപ്പോഴേക്കും ആരാധന കേന്ദ്രമായിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ പണിയും തീർത്തു. സീൻ മരുഭൂമിയിൽ വസിച്ചിരുന്ന 2 സംവത്സരങ്ങൾക്കിടയിലായിരുന്നു ഈ വിഷയങ്ങൾ എല്ലാം. പുറപ്പാട് പുസ്തകം 39 അധ്യായം 32, 40 അധ്യായം 17, സംഖ്യാപുസ്തകം 9 അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ. തിരുവചനത്തെ കേന്ദ്രീകരിച്ചും തിരുവചന വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും മാത്രമാണ് നാം ദൈവവചനം ചിന്തിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം നാളുകൾ, മണിക്കൂറുകൾ ഇരുന്ന് ധ്യാനിച്ച് ക്രോഡീകരിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതിനും മൂലവാക്യം യെശയ്യാവിൻ്റെ പുസ്തകം 34 അധ്യായം 16 വാക്യമാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിയാൽ ഒരു വിഷയത്തിനും ഇണ ഇല്ലാതെ ഇരിക്കയില്ല. ആരെങ്കിലും എവിടെങ്കിലും ഒരു വാക്യത്തിൻ്റെ ഒരു ഭാഗം കണ്ടുപിടിച്ച് ഉപദേശം ഉണ്ടാക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ ആധാരം ഇല്ല എന്ന് മറന്നു പോകരുത്. ദൈവം തന്നെ അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ 2 തവണ എഴുതിയിട്ടുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള 10 കൽപ്പനകൾ തന്നെ എഴുതിയ മോശെ യാത്ര പറയുന്നതിന് മുമ്പ് ആവർത്തന പുസ്തകം 5 അധ്യായത്തിൽ അത് ആവർത്തിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷമത്രേ, അതായത് ഈ 2 വർഷത്തെ ശുശ്രൂഷകൾക്ക് ശേഷമത്രേ അവരുടെ ക്രമീകൃതമായ രീതിയിൽ ഉള്ള അവരുടെ യാത്ര ആരംഭിച്ചത്. 2 വർഷം കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചിന്തിച്ച 14 കൂട്ടം കാര്യങ്ങൾ അവിടെ തീർത്തു. ആരാധനാ കേന്ദ്രമായ സമാഗമന കൂടാരത്തിലെ 6 ഉപകരണങ്ങൾ എല്ലാം ഭംഗിയായി തീർത്തു. അവർ പണി തീർത്ത ശേഷം ദൈവ തേജസ്സും അതിൽ ഇറങ്ങി. 40 അധ്യായം. പിന്നീടാണ് അവരുടെ യാത്ര ആരംഭിക്കുന്നത്. വേറൊരു അതിപ്രധാനമായ വിഷയം പുറപ്പാട് പുസ്തകം 19 അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ സീനായി മലയിൽ ഇടിമുഴക്കം, മിന്നൽ, കാർമേഘം, മഹാഗംഭീരമായ കാഹളധ്വനി, തീയെ, പുകച്ചൂള, ഭൂമികുലുക്കം, കാഹളധ്വനി, ഉച്ചത്തിലുള്ള ശബ്ദം എന്നിവയിൽ കൂടെ ദൈവം പാളയത്തിൽ വസിച്ചിരുന്ന ജനത്തോട് സംസാരിച്ചു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു നോക്കൂ. പുറപ്പാട് പുസ്തകം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഈ സംഭവത്തെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് എഴുതിയിട്ടുള്ള വിശുദ്ധ ദൈവവചനം കൂടെ ശ്രദ്ധിക്കുന്നത് ഇത്തരുണത്തിൽ നന്നായിരിക്കും. പൗലോസ് പറയുകയാണ്, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത വിധത്തിൽ ഗംഭീരമായി ഉള്ള, ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും വിപുലമായ വിധത്തിൽ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കൽ വന്നിട്ടാണ് ലേവിയും ഇസ്രായേൽ ജനവും ദൈവിക പ്രമാണം പ്രാപിച്ചത്. അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ചെന്ന മോശയും ഭയാനകമായ ആ കാഴ്ച കണ്ടിട്ട് ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. എബ്രായർക്ക് എഴുതിയ 12 അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ രാജകീയ പുരോഹിതവർഗമാകുന്ന പുതിയ നിയമ സഭാവിശ്വാസികൾ വന്നെത്തിയിരിക്കുന്നത് സീനായി പർവ്വതത്തിൽ അടിവാരത്തിൽ കൂടിയ ജനങ്ങൾ കണ്ടതും മോശെ പോലും ഭയന്നു വിറയ്ക്കുന്നതുമായ അന്തരീക്ഷത്തിൻ്റെ അടുക്കലല്ല, പിന്നെയോ സ്വർഗീയ യെരുശലേമിനും അനേകം ദൂതന്മാരുടെ സർവസംഘത്തിനും
സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി യേശുക്രിസ്തുവിനും ഹാവേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെയും അടുക്കൽ അത്രേ. നോക്കുക, എത്ര വലിയ ഭാഗ്യപദവിയാണ് ദൈവം നമുക്ക് നൽകിയത്. പഴയ നിയമകാലത്ത് സീനായിയുടെ അടിവാരത്തിൽ കൂടിയിരുന്ന ജനത്തിൻ്റെ നടുക്ക് യഹോവയാകുന്ന ദൈവം തൻ്റെ ഗാംഭീര്യത്തോടുകൂടി ഇറങ്ങി വന്ന രീതിയിലാണ് ഇന്നത്തെ സഭകളിലൊക്കെ ദൈവം വെളിപ്പെട്ട് വന്നിരുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു? മോശെ പർവ്വതത്തിൽ കയറി ചെന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്തിലുള്ള വിഗ്രഹാരാധനയിൽ നശിപ്പിച്ചു കളയും, എന്നെ വിടുക, ഞാൻ നിന്നെ ഒരു ജാതിയാക്കുമെന്ന് പറയുമ്പോൾ, വേണ്ട കർത്താവേ, അവരെ ഇവിടെ വെച്ച് നശിപ്പിച്ചാൽ ഈ വിഷയം അറിയുന്ന ഫറവോനും സൈന്യവും രാജ്യക്കാരും എന്തു പറയും എന്ന് ഇടിവിൽ നിന്ന് മധ്യസ്ഥത അണച്ചതുപോലെ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് എഴുതി, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, നമ്മളുടെ രക്ഷയ്ക്ക് കാരണക്കാരനായി തീർന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു തന്നെ. നോക്കവർ തമ്മിലുള്ള താരതമ്യം. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന് 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം ഇവിടെ ചിന്തിച്ചത്. അതിനുദാഹരണമായിരുന്നു, അതായത് പഴയ നിയമത്തിൽ വെളിപ്പെട്ടതുപോലെയല്ല, സീനായ് മരുഭൂമിയിൽ വെളിപ്പെട്ടതുപോലെയല്ല, താഴ്വരയിൽ കൂടെ ജനങ്ങൾക്ക് ഭയം വരുത്തുന്ന തരത്തിൽ യഹോവയാം ദൈവത്തിൻ്റെ തേജസ്സോടുകൂടിയുള്ള വെളിപ്പാടല്ല അതിനുശേഷം പലയിടങ്ങളിൽ നടന്നിട്ടുള്ളത്. അതിന് മാതൃകാപരമായ ഉദാഹരണമാണ് മഹോന്നതനായ ദൈവം തൻ്റെ ദാസനായിരുന്ന ഏലിയാവിനെ ഹോരേബ് പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ട വിധം. ഒന്ന് സീനായ് മലയിൽ വെളിപ്പെട്ടപ്പോൾ ജനം ഭയന്നുപോയി. ഇവിടെ ഹോരേബ് പർവ്വതത്തിൽ അന്നത്തെ രാജ്ഞിയായിരുന്ന ഈസബേലിൻ്റെ വെല്ലുവിളിയുടെ മുൻപിൽ ഭയപ്പെട്ടു വന്നിരിക്കുന്ന ഏലിയാ പ്രവാചകന് ദൈവം വെളിപ്പെട്ടത്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇതാ യഹോവ കടന്നു പോകുന്നു. എന്നാൽ മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടപ്പോൾ കടന്നു പോകുകയല്ല, 40 ദിവസം തുടർമാനമായി പർവ്വതത്തിൽ നിന്ന് ഇടിമുഴക്കവും തീയും മഹാഗംഭീരനാദവും പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇവിടെ യഹോവ ഇതാ കടന്നു പോകുന്നു, ഒരു കൊടും കാറ്റ്. ആ കാറ്റ് പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അതിനുശേഷം ഒരു ഭൂകമ്പം, അതിനുശേഷം തീയ്. എന്നാൽ മുകളിൽ കണ്ട കൊടുങ്കാറ്റിലും പർവ്വതങ്ങളെ കീറുന്ന കാറ്റിലും ഭൂകമ്പത്തിലും അതോടുകൂടെ വെളിപ്പെട്ട തീക്കകത്തും ദൈവമില്ലായിരുന്നു. മോശയുടെ അനുഭവത്തിൽ തന്നെ മോശയെ ഇടയ ശുശ്രൂഷയിൽ നിന്ന് ദൈവ ശുശ്രൂഷയിലേക്ക് വേർപെടുത്തിയതും യഹോവയാം ദൈവം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന തീയുടെ നടുവിലാണല്ലോ. ഇവിടെ തീ ഉണ്ട്, പക്ഷെ അതിൽ ദൈവമില്ല. എന്നാൽ ഇവയിലൊന്നിലും യഹോവയില്ലായിരുന്നു. എല്ലാറ്റിനും അവസാനം ദൈവം അവനെ പേര് ചൊല്ലി വിളിക്കുകയാണ്: ഏലിയാവേ, നീ ഇപ്പോൾ ഈ കിടക്കുന്ന ഗുഹയിൽ നിനക്ക് എന്താ കാര്യം? ശ്രദ്ധിക്കണം, ആ ഹോരേബ് പർവ്വതത്തിൽ പൊട്ടപ്പെട്ട പാറയിൽ നിന്നാണ് 40 വർഷം ജനം പോയിടത്തും ചുറ്റു സഞ്ചരിച്ചിടത്തുമെല്ലാം വെള്ളം വന്നത്. എന്നാൽ ഇന്ന് ആ വെള്ളം വന്ന ഹോരേബ് പർവ്വതത്തിലെ പാറയിൽ ഒരു തുള്ളി വെള്ളവുമില്ല. അത് വിശ്രമിക്കത്തക്കവണ്ണം ഒരു ഗുഹയായി തീർന്നിരിക്കുന്നു. അവിടെ ചേർന്ന് ഒളിച്ചിരിക്കുകയാണ് ഏലിയാവ്. എന്താ കാരണം? ഈസബേലിൻ്റെയോ ആഹാബിൻ്റെയോ പടയാളികൾ അതുവഴി പോയാൽ ഏലിയാവിനെ കാണരുത്. അതുകൊണ്ട് ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നു: ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒരു മൃദുസ്വരം, എ സോഫ്റ്റ് വോയിസ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇതത്രേ സീനായ് മരുഭൂമിയിൽ പാളയമടിച്ചിരുന്ന പഴയ നിയമ ലേവ്യ പൗരോഹിത്യ ജനത്തോടും പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിതവർഗമാകുന്ന നമ്മോടും ഇടപെടുന്ന ദൈവിക ഇടപെടലുകളുടെ വ്യത്യാസം. അഥവാ ന്യായപ്രമാണ ദൈവിക ഇടപെടലും കൃപാപ്രമാണത്തിൻ്റെ ആധാരത്തിൽ കൂടി ജീവിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ ദൈവം നൽകുന്ന
ഇടപെടലും തമ്മിൽ ഉള്ള വ്യത്യാസം. ഒന്ന് ഗംഭീരനാദത്തോടുകൂടെ, ഇന്ന് മൃദുസ്വരത്തോടുകൂടെ. അടുത്തതായി നാം വിചിന്തനം ചെയ്യുന്ന വിഷയം, ലേവ്യ പൗരോഹിത്യ നിയമത്തിന് ആധാരമായി സീനായി മരുഭൂമിയിൽ 40 സംവത്സരങ്ങൾ വിവിധ ഇടങ്ങളിൽ റാംസേസിൽ നിന്ന് പുറപ്പെട്ട ശേഷം സീനായി മരുഭൂമിയിൽ എത്തുന്നതുവരെ 6 ഇടങ്ങളിലും സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ച് വാഗ്ദത്ത ദേശത്തിൻ്റെ അതിർത്തിയിലുള്ള യോർദാൻ നദിയുടെ ഒരു വശത്തുള്ള മോവാബ് സമഭൂമിയിലെ ബേത്ത് യശീമോത്ത് ആബേൽ സിത്തീം വരെയുള്ള 31 ഇടങ്ങളിലും മാറി മാറി പാളയം അടിച്ചു. അതായത് മിസ്രൈമിലെ രാംസേസ് മുതൽ മരുഭൂമിയിൽ വരുന്നിടം വരെ 6 ഇടങ്ങൾ. 40 വർഷങ്ങളിൽ 31 ഇടങ്ങൾ. സംഖ്യാപുസ്തകം 33 അധ്യായം 3 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അന്ന് അവർ 20 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ളവരായി എണ്ണപ്പെട്ട പുരുഷന്മാർ, യുദ്ധത്തിന് പ്രാപ്തിയുള്ളവർ. സംഖ്യാപുസ്തകം 1 അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആകെ 6,03,550 പേർ അടങ്ങുന്ന ഒരു ജനസഞ്ചയമായിരുന്നു. എങ്കിലും സാധാരണ സ്ഥിരവാസം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന താന്തോന്നികളും തന്നിഷ്ടക്കാരുമായി നടക്കുന്ന ദേശാന്തരികളെ നൊമാഡ്സ് എന്ന് പറയും പോലെയല്ല ദൈവജനം മരുഭൂമിയിൽ പാർത്തത്. പ്രത്യുത വാക്കുകൾക്ക് വിവരിപ്പാൻ വഹിയാത്ത വിധം ദൈവകൽപ്പനയും നിർദ്ദേശവും അനുസരിച്ച് ചന്തവും അച്ചടക്കവും സുരക്ഷിതവുമായ ചട്ടനിട്ടങ്ങൾ അനുസരിച്ച് ജീവിതം നയിച്ച ഒരു വലിയ ജനസമുദ്രമായിരുന്നു അവർ. അവരെല്ലാവരും, അവരിൽ ഒരു വ്യക്തിയും ഒരു കുടുംബവും ഒരു ഗോത്രവും ക്രമം കെട്ട് നടന്നിരുന്നില്ല എന്ന് മറന്നുപോകരുത്. അതവരുടെ പാളയത്തിൻ്റെ ക്രമീകരണം, അവരുടെ യാത്ര എന്നിവ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗ്രഹിക്കാവുന്നതാണ്. അത് എങ്ങനെയായിരുന്നു എന്ന് തുടർന്ന് ചിന്തിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ക്രമീകൃതമായ തരത്തിൽ ജീവിപ്പാനും തുടർന്നു ജീവിതം ചെയ്യുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണം എന്ന് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.